അപ്പോൾ ഗൈസ് രാവിലെ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ തന്നെ പണി കിട്ടി, സ്റ്റോക്കൊക്കെ അടുക്കി വെച്ചു. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കുറച്ച് വെയിൽ കൊണ്ടു, കാരണം അത്രയും തണുത്തിട്ട് കൈയൊക്കെ മരവിച്ചിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡേ ഉണ്ടായില്ല. അങ്ങനെ റൂമിലെത്തിയപ്പോഴാണ് നമ്മുടെ ആര്യ ഉള്ളിൽ ചാവി വെച്ചിട്ട് പുറത്തുനിന്ന് പൂട്ടല്ല ആ സംഭവം അങ്ങനെ ഇട്ടത്, എന്തോ ഒരു താക്കോലാണത്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറഞ്ഞായിരുന്നു ഇന്ന് രാത്രി നമുക്ക് നാളത്തേക്കുള്ള കുറച്ച് സദ്യ മരിയൊക്കെ ഒരുക്കാമെന്ന്. അപ്പോൾ സദ്യയൊക്കെ ആകുമ്പോൾ മോരുകറി, എനിക്ക് മോരുകറി ഫേവറേറ്റ്. അപ്പോൾ എൻ്റെ അമ്മ മോരുകറിയിൽ കുമ്പളങ്ങയൊന്നും ഇടാണ്ട് മോരുകറി ഉണ്ടാക്കും, അത് തക്കാളി വെച്ചിട്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് തക്കാളിയും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്ത് മോരൊഴിച്ചിട്ട് നമ്മൾ കൈ വിടാതെ ഇളക്കണം. കറക്റ്റ് മോരുകറി പോലെ തന്നെ വരും. പിന്നെ നമ്മുടെ ഉപ്പേരിക്ക് ക്യാരറ്റും ക്യാബേജും ഉള്ളി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഇട്ടിരിക്കുന്നു കേട്ടോ. അതൊക്കെ പിന്നെ ആര്യൻ്റെ പുട്ട് തല്ലി പൊളിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതും ആക്കി. അപ്പോൾ ആര്യ എൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ആര്യൻ്റെ അടുത്ത് പറഞ്ഞോണ്ട് വരുമായിരുന്നു, ആര്യൻ്റെ പുതിയ ഷോറൂമിൻ്റെ ലോഞ്ചാണ്, ഓപ്പണിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ആര്യൻ ഇങ്ങനെ തൂക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ സോയാബീൻ ഞാൻ പെട്ടെന്ന് വെള്ളത്തിലിട്ട് പെട്ടെന്ന് അത് വന്നു കേട്ടോ, ഞാൻ വിചാരിച്ചില്ല അത് കുതിർന്ന് കിട്ടുമെന്ന്. അങ്ങനെ ആക്കി പിന്നെ മസാല ഓംലേറ്റിനുള്ള ഇതൊക്കെ ആക്കി വെച്ചു. പിന്നെ വന്ന് കയറിയപ്പോൾ തൊട്ടിട്ടുള്ള ജോലിയാണ്, ഇതുവരെ കഴിഞ്ഞില്ല. കാരണം വരാൻ നല്ല ലേറ്റായി. അപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ ഫുഡും കൂടെ ആക്കിയിട്ട്, രാവിലെ ഞാൻ കുളിച്ചിട്ടാണ് പോയത്, അപ്പോൾ എനിക്ക് മേല് കഴുകാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ആര്യയ്ക്ക് ചാവി ഇല്ലാത്തതുകൊണ്ട് ചാവി ഉള്ളിൽ വെച്ചിട്ട് അവൾ ലോക്ക് ചെയ്തതാണ്. അതുകൊണ്ട് അവൾ പുറത്തിരിക്കുമ്പോൾ ഞാൻ അവൾക്ക് കൂട്ടായിട്ട് പുറത്ത് ബാക്കി പണി ചെയ്തുകൊണ്ട് നടന്നു. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും മൊത്തം അടുക്കി വൃത്തിയാക്കി കഴുകി വെച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ വീട്ടിൽ പോയൊരു ഫീലായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടപ്പം. ഉപ്പേരിയും മോരുകറിയും മുട്ട പൊരിച്ചതും സോയാബീൻ പൊരിച്ചതും. അപ്പോൾ ഓക്കെ, ബൈ.